കേരളത്തിൽ ഇതിനോടകം ഒരു തരംഗമായി മാറിയ ജനലക്ഷങ്ങൾ നെഞ്ചേറ്റിയ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നിരുപാധികം പിന്തുണയ്ക്കുകയാണല്ലോ. താനൊരു അംബേദ്കറിസ്റ്റാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കലാകാരനാണ്, ഗായകനാണ് വേടൻ. വേടൻ അംബേദ്കറിസ്റ്റാണ് എന്നത് വേടൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, തൻ്റെ വരികളിലൂടെ വേടൻ ഉയർത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങളെ പിന്തുണയ്ക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിന് ഒരു കാരണമേ അല്ല. വേടൻ എന്ന ഇന്ന് സമൂഹത്തിന് മുന്നിൽ ആളിക്കത്തുന്ന തീയെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നതിൽ ആശയപരമായ മറ്റൊരു തലം കൂടിയുണ്ട്. യുക്തിവാദം, മതേതരത്വം, സംവരണം, അംബേദ്കറിസം തുടങ്ങി മാനവികതയെ അടയാളപ്പെടുത്തുന്ന എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ വഴികളുമാണ് CPIM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷത്തിനാകെയുമുള്ളത്. പക്ഷേ കടുത്ത യുക്തിവാദികൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയില്ല. കടുത്ത ദളിത് പക്ഷ രാഷ്ട്രീയമുള്ളവർ പറയുന്നത് പോലെയും ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനാകില്ല. ഭരണാധികാരം കിട്ടിയാൽ അതും കൂടി പോരാട്ടത്തിൻ്റെ ഭാഗമായി കാണുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ജനാധിപത്യ വഴിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം യുക്തിവാദികളോ ദളിത് വിമോചന മാർഗങ്ങളെ പ്രത്യേക രാഷ്ട്രീയമായി കാണുന്നവരോ പറയുന്നതിൽ കാര്യമില്ലെന്നല്ല. ആശയത്തിലും മാർഗത്തിലുമുള്ള വ്യത്യസ്തതയാണ് ഇവർ മൂവരെയും ഭിന്ന ചേരികളിലാക്കുന്നത്. എന്നാൽ പുരോഗമന വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഇവയെല്ലാം ഒന്നും സമത്വ ദർശനങ്ങളിൽ അടിയുറച്ചവയുമാണ്. വിവിധ ചിന്താഗതികൾ ഉൾക്കൊള്ളുന്നവരെ ഒപ്പം കൂട്ടി സമുദ്ധരിച്ച് സമത്വപൂർണമായൊരു സമൂഹത്തിലേക്ക് മുന്നേറുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയം. അതുകൊണ്ട് തന്നെ സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി പോരാടുന്ന അംബേദ്കറിസവും യുക്തിവാദവും, മതം നിലനിൽക്കുന്നിടത്തോളം സെക്യുലറിസവും, ജാതി നിലനിൽക്കുന്നിടത്തോളം സംവരണവുമെല്ലാം ഇടതുപക്ഷത്തിൻ്റെയും താല്പര്യങ്ങളാകുന്നത്. സാമൂഹ്യനീതിയുടെയും സമത്വത്തിൻ്റെയും പൊതുവായ ആ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് ഇടതുപക്ഷം അംബേദ്കറിസ്റ്റായ വേടൻ എന്ന പ്രതിഭാസത്തിന് നൽകുന്ന നിരുപാധിക പിന്തുണ.